അപ്പൊ നമ്മളതിൽ പറഞ്ഞ കാര്യം ഇതാണ്, നമ്മുടെ ഒരു രാജ്യത്തിന് അല്ലെ, നമ്മുടെ ഒരു രാജ്യത്തിന് ഏറ്റവും ശക്തവും സ്വീകാര്യമായതുമായ എന്തുണ്ടായിരിക്കണം, ഒരു ദേശീയ ആരോഗ്യ നയം ഉണ്ടായിരിക്കണം. അത് നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ നമ്മൾ രൂപീകരിച്ചിട്ടുള്ള ആരോഗ്യ നയങ്ങള് അല്ലെ, നമ്മൾ രൂപീകരിച്ച ആരോഗ്യ നയങ്ങള് അത് നടപ്പിലാക്കുന്നതിന് ശക്തമായ ഒരു ആരോഗ്യ ഭരണഘടനാ സംവിധാനം ഉണ്ടായിരിക്കണം അല്ലെ. പിന്നെ നമ്മൾ എന്തായിരുന്നു പ്രിൻസിപ്പിളിൽ പറഞ്ഞത്, അതായത് നമ്മുടെ രാജ്യത്ത് പ്രിവെന്റീവ് ആയിട്ടുള്ള സേവനങ്ങള്, അതുപോലെ ക്യൂറേറ്റീവ് ആയിട്ടുള്ള സേവനങ്ങളും, രോഗം വരാതിരിക്കുന്നതിനുള്ള സേവനങ്ങളും, രോഗം ചികിത്സിച്ച് ഭേദമാക്കുന്നതിനുള്ള ക്യൂറേറ്റീവ് സേവനങ്ങളും പരസ്പരം ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് നമ്മുടെ പ്രിൻസിപ്പിളിനകത്ത് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്, ആരോഗ്യ മേഖലയിൽ എടുക്കുന്ന നിർദ്ദേശങ്ങൾ കേന്ദ്രീകൃതമായിരിക്കണം. ഓക്കെ, അതായത് പല പല നിർദ്ദേശങ്ങളല്ല, ഒറ്റ നിർദ്ദേശങ്ങളാണ്, ഒറ്റ നിർദ്ദേശങ്ങൾ. പക്ഷെ നമ്മളത് നടപ്പിലാക്കേണ്ടത് എങ്ങനെയായിരിക്കണം, വികേന്ദ്രീകൃതമായിരിക്കണം അല്ലെ. സെൻട്രലിൽ നിന്ന് തീരുമാനിക്കുന്നു, കേന്ദ്രീകൃതമായ നിർദ്ദേശങ്ങള് അത് നമ്മൾ നടപ്പിലാക്കുന്നത് വികേന്ദ്രീകൃതമായിരിക്കണം. അതുപോലെ നമ്മൾ ആസൂത്രണം ചെയ്യുന്ന ആരോഗ്യ പരിപാടികള് എപ്പോഴും ജനങ്ങളുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ചായിരിക്കണം, ജനങ്ങളുടെ മുൻഗണനയ്ക്ക് അനുസരിച്ചായിരിക്കണം. അതും അല്ലെ, അവരുടെ മുൻഗണനയ്ക്ക് എന്ന് വെച്ചാൽ അവരുടെ ആവശ്യങ്ങളുടെ മുൻഗണനയ്ക്ക് അനുസരിച്ചായിരിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ ഈ പ്ലാൻ ചെയ്യുന്ന എല്ലാ ഹെൽത്ത് പ്രോഗ്രാംസുകളും അവരുടെ ആവശ്യങ്ങള് വിലയിരുത്തുന്ന തരത്തിലായിരിക്കും. മീൻസ് എന്താണ്, അവരുടെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കണം. അതുപോലെ തന്നെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആരോഗ്യ സേവനങ്ങള് അത് എല്ലാ ജനങ്ങൾക്കും ആക്സസബിൾ ആണോ, സ്വീകാര്യമാണോ, പ്രാപ്യമാണോ, അവൈലബിൾ ആണോ എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെ, അതുപോലെ തന്നെ തുടർച്ചയായിട്ട് ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെയും ആരോഗ്യ പരിപാടികളില് പങ്കെടുക്കുന്നതിനുള്ള പങ്കെടുത്തുകൊണ്ടും എന്ത് ചെയ്യണം, ജനങ്ങളില് ആരോഗ്യ അവബോധം വളർത്തിയെടുക്കണം. ഡോക്ടേഴ്സ് കേവലം ചികിത്സകൾ നൽകുന്ന ആളുകൾ മാത്രമായിട്ടല്ല, പകരം ഒരു സമൂഹത്തിന്റെ ഡോക്ടറായിട്ട് പ്രവർത്തിക്കുന്നതിന് അവർക്ക് എന്തുണ്ടാവണം, വേണ്ട പരിശീലനം കൊടുത്തിരിക്കണം കേട്ടോ. സമൂഹത്തിന്റെ ഡോക്ടറായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിലോട്ട് ഇറങ്ങി ചെന്ന് സാധാരണ ജനങ്ങളെ നല്ല സേവനങ്ങൾ കൊടുക്കുന്ന അതേ മനോഭാവത്തോടു കൂടി ഒരു സമൂഹത്തിന്റെ ഡോക്ടറായിട്ട് എന്താണ് സെർവ് ചെയ്യാനുള്ള ആ ഒരു പരിശീലനം അവർക്ക് കൊടുത്തിരിക്കണം. അതുപോലെ നമ്മുടെ ആരോഗ്യ മേഖലയിലെ പുതിയ വിഭാഗം അല്ലെ ആരോഗ്യ ജീവനക്കാർക്കൊക്കെ സാമൂഹിക അധിഷ്ഠിത വിദ്യാഭ്യാസം നൽകിയിരിക്കണം. പിന്നെ നമ്മളുടെ ജനങ്ങൾക്ക് ഏറ്റവും മികച്ച ആരോഗ്യ പരിരക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻസും എന്ന് പറഞ്ഞാൽ ആയുർവേദം, അലോപ്പതി അല്ലെ, ഹോമിയോപ്പതി, യുനാനി, അങ്ങനെ എത്രയോ സിസ്റ്റം ഓഫ് മെഡിസിൻസ് ഉണ്ട്. ഇന്നത് മാത്രമല്ല, എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻസും നമ്മൾ അവിടെ പ്രൊമോട്ട് ചെയ്യണം. അതുപോലെ തന്നെ യൂട്ടിലൈസ് കമ്മ്യൂണിറ്റി റിസോഴ്സസ് ആൻഡ് പ്രൊമോട്ട് ലോക്കൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഹെൽത്ത് പ്രോഗ്രാംസ് അറ്റ് ദ വില്ലേജ് ലെവൽ. അതായത് ഒരു ഗ്രാമീണ തലത്തില് അല്ലെ, നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഗ്രാമീണ തലത്തില് ആരോഗ്യ പരിപാടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രാദേശിക വിഭവങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുക. അതായത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, അങ്കണവാടികള് അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളുകള് അല്ലെ, അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്നാൽ പ്രാദേശികമായിട്ടുള്ള ആളുകളുടെ ഒക്കെ ഒരു പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് ഹെൽത്ത് പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യാം. അതുപോലെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുക. ഓക്കെ, ഇത്രയുമാണ് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഒബ്ജക്റ്റീവ്സ് ആണ് കേട്ടോ. ഒബ്ജക്റ്റീവ്സ് അത് ആണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്, പോയിന്റ് മാത്രം പഠിക്കുക കേട്ടോ. ടു പ്രൊമോട്ട് ദ അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ അമംഗ് ഓൾ സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ, അങ്ങനെ പഠിക്കാം. എല്ലാ ജനവിഭാഗങ്ങളിലും ആരോഗ്യ സംരക്ഷണത്തിനെ കുറിച്ച് അവബോധം വളർത്തിയെടുക്കാം. ടു പ്രൊമോട്ട് അവയർനെസ് അമംഗ് ഫങ്ഷണറീസ് ഇൻ ദ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, പോലെ തന്നെ ജനങ്ങളിൽ മാത്രമല്ലാന്ന് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റില് വിവിധ ഉദ്യോഗസ്ഥർക്കിടയിൽ ആരോഗ്യ സംരക്ഷണത്തിനെ പറ്റിയിട്ടുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുക. പിന്നെന്താണ്, ടു എൻകറേജ് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. അത്രയും പഠിച്ചാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. പോയിന്റ് അതാണ്,
എന്ത് ടു എൻകറേജ് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കേട്ടോ. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിലെ ആ ഒരു ഗവേഷണം നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ആരോഗ്യ പരിചരണ സംവിധാനങ്ങളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിലെ റിസർച്ച് എൻകറേജ് ചെയ്യാം. അതുപോലെ തന്നെ to encourage the development of high quality hospital service and community health care. അതുപോലെ വളരെ ഉയർന്ന ഗുണനിലവാരമുള്ള മെഡിക്കൽ സേവനങ്ങളും കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രോത്സാഹനം നൽകുക. അതുപോലെ ടു എൻകറേജ് എ മീറ്റിംഗ് ഫോർ ടു എക്സ്ചേഞ്ച് ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ. അങ്ങനെ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അതായത് നമ്മൾ ഈ പറയുന്ന ആരോഗ്യ പരിചരണ സംവിധാനങ്ങളെ പറ്റിയിട്ട് ഹോസ്പിറ്റൽ പ്ലാനർമാർക്കോ അക്കാഡമിഷ്യൻസും ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ വിവരങ്ങള് പങ്കുവെക്കുന്നതിന് അല്ലെ നല്ല ചർച്ച പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, വേദികൾ ഒരുക്കി കൊടുക്കുക. അല്ലെ അത്രയുള്ളൂ. പിന്നെ ടു ഇവോൾവ് ദ നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ ദ അക്രഡിറ്റേഷൻ ഓഫ് ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. അങ്ങനെ തന്നെ പറയാം കേട്ടോ. ടു ഇവോൾവ് ദ നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ അക്രഡിറ്റേഷൻ ഓഫ് ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. അതുപോലെ നമ്മളുടെ എന്താണ് ഹെൽത്ത് കെയർ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ നിയമങ്ങളും മാനദണ്ഡങ്ങളും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അതുപോലെ ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഇൻ ഓൾ സൈഡ്സ് ഓഫ് ഹോസ്പിറ്റൽ സർവീസ്. നമ്മുടെ ആശുപത്രി സേവനങ്ങളുടെ എല്ലാ മേഖലകളിലും ട്രെയിനിങ്ങിനും അതുപോലെ ഗവേഷണത്തിനുമുള്ള അവസരങ്ങൾ ഒരുക്കി നൽകുക. അതുപോലെ തന്നെ ടു റിനോവേറ്റ് ദ നോളജ് ആൻഡ് സ്കിൽ ഓഫ് ദ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ. അതുപോലെ അതും ഒരു പോയിന്റ് ആണ്. ടു റിനോവേറ്റ് ദ നോളജ് ആൻഡ് സ്കിൽ ഓഫ് ദ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ, അതായത് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരുടെ കഴിവ്, അവരുടെ സ്കില്ല് എന്നിവയൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്ത് ചെയ്യാം, അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, തുടർച്ചയായിട്ട് ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെ ഗവേഷണങ്ങളൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വേണം അവരുടെ കഴിവും അറിവും ഒക്കെ വർദ്ധിപ്പിക്കാൻ. അത് തന്നെയാണ് അടുത്ത പോയിന്റ്. ടു എൻകറേജ് ആൻഡ് ഗ്രാന്റ് അക്രഡിറ്റേഷൻ ടു റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത്. അങ്ങനെ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. അതുപോലെ ടു ഫംഗ്ഷൻ ആസ് ആൻ അഡ്വൈസറി ഓർ കൺസൾട്ടേറ്റീവ് ബോഡി. അത്രമാത്രം പോയിന്റ് പറഞ്ഞാൽ മതി. ഒരു കൺസൾട്ടേറ്റീവ് ബോഡി ആയിട്ട് ആർക്കാണ്? കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകള്, പൊതുമേഖലാ സ്ഥാപനങ്ങള്, മറ്റ് ആരോഗ്യ പരിചരണ സംവിധാനങ്ങള് അല്ലെ, അവർക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ നൽകുന്ന ഒരു ഉപദേശക സമിതിയായിട്ട്, ഒരു അഡ്വൈസറി അഥവാ ഒരു കൺസൾട്ടേറ്റീവ് ബോഡി ആയിട്ട് പ്രവർത്തിക്കുക. അതുപോലെ ടു ഹെൽപ്പ് ടു പ്രിപ്പയർ SOPs, മാനുവൽസ്, ലിറ്ററേച്ചർ ആൻഡ് ബുക്സ് ഓൺ ഹെൽത്ത് കെയർ മാനേജ്മെന്റ്. അതുപോലെ തന്നെ പഠന സാമഗ്രികള് മ്യൂട്ട് ചെയ്യാട്ടോ, പഠന സാമഗ്രികൾ തയ്യാറാക്കാനായിട്ട് സഹായിക്കുക കേട്ടോ. SOP അറിയാലോ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, മാനുവൽസ്, ലിറ്ററേച്ചറുകള് എന്നിവയെല്ലാം തന്നെ പ്രിപ്പയർ ചെയ്യുന്നതിന്, പഠന സാമഗ്രികൾ തയ്യാറാക്കുന്നതിന് സഹായിക്കാം. അതുപോലെ ടു ടാക്കിൾ പ്രൊഫഷണൽ കൺസൾട്ടൻസി, പ്രൊഫഷണൽ കൺസൾട്ടൻസി സേവനങ്ങൾ കൊടുക്കുക. ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അതുപോലെ ടു കണ്ടക്ട് ഇന്റർ ഹോസ്പിറ്റൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ്സ് കോമ്പറ്റീഷൻ ഓർ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ്. അതായത് നമ്മൾക്ക് ആരോഗ്യ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റലുകൾക്ക് ഇടയിൽ മത്സരങ്ങളും അവാർഡുകളും കണ്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ ടു റിയലൈസ് ആൻഡ് മേക്ക് ഫെസിലിറ്റി ടു ദ ഇൻഡിവിജ്വൽസ് ഹു ഹാവ് മെയ്ഡ്, നമ്മൾ പറഞ്ഞല്ലോ ആരോഗ്യ മേഖലയുടെ മികച്ച സംഭാവനകളും മറ്റും നൽകുന്ന വ്യക്തികളെയൊക്കെ കണ്ടെത്തി അവരെ ആദരിക്കുക. ഇത്രയുമാണ് അതിനകത്ത് വരുന്നത് കേട്ടോ. എന്നിട്ട് വായിച്ചിങ്ങനെ നോക്കിയോ? നിങ്ങൾ വായിച്ചു നോക്കിയോ? ക്ലിയർ ആയോ? എല്ലാ കാര്യങ്ങളും കുറച്ച് ബുദ്ധിമുട്ടാണ്, മനസ്സിലായോ? പോയിന്റ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അത് കുറെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്നും നമുക്ക് വേണ്ട. അടുത്തതാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് ഇമ്പാക്ട് ഓഫ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. ഇതാണ് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് ദ ഇമ്പാക്ട് ഓഫ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ സ്വാധീനം അല്ലെ, നമ്മൾ ഇത്രയും നേരം അതാണ് പഠിക്കുന്നത്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്താണ്, അതിന്റെ പ്രിൻസിപ്പിൾസ് എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ഇത്രയും നമ്മൾ മനസ്സിലാക്കി. ഇനി ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ സ്വാധീനം അത് മെഷർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് അഥവാ സൂചകങ്ങള് ഏതൊക്കെയാണ്? ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്താണ് ഹെൽത്ത് ഇൻഡിക്കേറ്റർ, ഓക്കെ, എന്താണ് ഹെൽത്ത് ഇൻഡിക്കേറ്റർ, പിന്നെ ഹെൽത്ത് ഇൻഡിക്കേറ്ററിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം എന്താണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാല്. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ കാൽക്കുലബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പോപ്പുലേഷൻ which researchers use as a supporting evidence
ഫോർ എക്സ്പ്ലെയിനിങ് ദ ഹെൽത്ത് ഓഫ് എ population. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എന്താണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ കാൽക്കുലബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പോപ്പുലേഷൻ which researchers use as a supporting evidence for explaining the health of a population. അതായത് ഒരു ജനവിഭാഗത്തിന്റെ ആരോഗ്യസ്ഥിതി അല്ലെ, ഒരു ജനവിഭാഗത്തിന്റെ ആരോഗ്യസ്ഥിതി അത് കൃത്യമായിട്ട് അളക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില സൂചകങ്ങളാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ ഹെൽത്ത് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതും എങ്ങനെ, ഒരു പോപ്പുലേഷന്റെ അല്ലെ, ഒരു ജനവിഭാഗത്തിന്റെ ഒരു ഹെൽത്ത്, അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ എന്താ പറയാ, വാക്സിൻ എടുത്ത എത്ര ആളുകൾ, ഇപ്പൊ നമ്മളൊരു യൂണിറ്റ് ഓഫ് പോപ്പുലേഷൻ എടുക്കാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുമ്പോ പ്രൈമറി ഹെൽത്ത് സെന്റർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. അപ്പൊ നമുക്കറിയാം ഓരോ വാർഡിനും എന്തുണ്ട്, ഓരോ PHC ഉണ്ട് അല്ലെ, പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ട് ഓരോ വാർഡിനും. അപ്പൊ ഓരോ വാർഡ്, ആ വാർഡില് ഇത്ര നമ്പർ ഓഫ് ആളുകളായിരിക്കും ആ ഒരു വാർഡിനകത്ത് താമസിക്കുന്നുണ്ടാവുക. അപ്പൊ ആ ഒരു എന്താ പറയാ, ആ ഒരു വാർഡിനകത്തുള്ള ആ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷന്റെ ജനങ്ങളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടെ എത്ര ആളുകൾ കൃത്യമായിട്ട് വാക്സിനേഷൻ എടുക്കുന്നുണ്ട് അല്ലെ, ഇങ്ങനെയൊക്കെ നമ്മൾ അളക്കില്ലേ. അതാണ് അവിടെ പറയുന്നത്. അപ്പൊ ഒരു പോപ്പുലേഷന്റെ, ഒരു ജനവിഭാഗത്തിന്റെ ആരോഗ്യസ്ഥിതി അല്ലെ, ആരോഗ്യസ്ഥിതി അത് കൃത്യമായിട്ട് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന സൂചകങ്ങളാണിത് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ദ കാൽക്കുലേബിൾ ക്യാരക്ടേഴ്സ്. പല കാര്യങ്ങൾ നമ്മൾ നോക്കുക. ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ് വരുന്ന സംഭവങ്ങൾ എന്തൊക്കെയാ, ഡെത്ത് റേറ്റ്, മോർട്ടാലിറ്റി, അതല്ലേ ഡെത്ത് റേറ്റ്, മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, അങ്ങനെ നമ്മൾ പ്രത്യേകം ഓരോ ഇൻഡിക്കേറ്റർ വെച്ചിട്ടാണ് നമ്മൾ അവരുടെ ആരോഗ്യസ്ഥിതി, അവിടുത്തെ മരണനിരക്ക് എത്രയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ശിശു മരണനിരക്ക് എത്രയാണ്, മാതൃമരണ നിരക്ക് എത്രയാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ അളക്കില്ലേ. അപ്പൊ അതൊക്കെ എന്താണ്, ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഓർത്ത് വെക്കാം, ഒരു ജനവിഭാഗത്തിന്റെ ആരോഗ്യസ്ഥിതി അത് കൃത്യമായിട്ട് അളക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന സൂചകങ്ങളാണ് അല്ലെ, ആരോഗ്യ സൂചകങ്ങൾ അല്ലെ, ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ റിസർച്ചേഴ്സ് അവര് ഈ ഹെൽത്ത് ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ ലഭിക്കുന്ന വിവരങ്ങള് അത് പലപ്പോഴും ആ ഒരു പോപ്പുലേഷന്റെ ആരോഗ്യസ്ഥിതിയുടെ ഒരു എവിഡൻസ് ആയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. കാര്യം റിസർച്ചേഴ്സ് ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ആ പോപ്പുലേഷന്റെ ആരോഗ്യസ്ഥിതി അവര് അളക്കുന്നു. അതിലൂടെ അവർക്ക് കുറച്ചധികം വിവരങ്ങൾ ലഭിക്കും. ആ വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ ആരോഗ്യസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട എവിഡൻസ് തന്നെയാണ് അത് അല്ലെ. അപ്പൊ ആ റിസർച്ചേഴ്സ് എന്ത് ചെയ്യുന്നു, അതൊരു എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, ക്ലിയർ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നോർമലി റിസർച്ചേഴ്സ് വിൽ യൂസ് a survey methodology to collect information about a population sample. ശരിയാണ് അല്ലെ, അത് നിങ്ങൾ ഓർത്തു വെക്കാം. സർവേ മെത്തഡോളജി അല്ലെ, റിസർച്ചേഴ്സ് എങ്ങനെയാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് അവർ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഇനി അവര് എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്, യൂസ് എ സർവേ മെത്തഡോളജി അല്ലെ. സർവേ മെത്തേഡിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, റിസർച്ചേഴ്സ് അവരുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് അല്ലെ. സർവേ മെത്തേഡ്, ഇപ്പൊ നമ്മളുടെ ഇപ്പൊ ഈ സമയത്ത് നമ്മുടെ അല്ലെ സെൻസസ് നടക്കുന്നുണ്ട്, ശരിയല്ലേ. നമ്മുടെ വീടുകളിലൊക്കെ സെൻസസിന്റെ കാര്യങ്ങൾ ചോദിക്കാനൊക്കെ ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടുണ്ട് അല്ലെ. എന്നതുപോലെ അതൊരു സർവേ പോലെ തന്നെയാണ് അല്ലെ. അതുപോലെ റിസർച്ചേഴ്സ് എങ്ങനെയാ വിവരങ്ങൾ ശേഖരിക്കുന്നത്, സർവേ മെത്തഡോളജിയിലൂടെയാണ് അവര് വിവരങ്ങൾ ശേഖരിക്കുന്നത്. അതും ഒരു ചെറിയ സാമ്പിൾ ഓഫ് പോപ്പുലേഷൻ അല്ലെ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, വിവരങ്ങൾ ശേഖരിക്കുക മാത്രമാണോ, അതല്ല. പിന്നെ എന്ത് ചെയ്യുന്നു, യൂസ് സ്റ്റാറ്റിസ്റ്റിക്സ് ടു ജനറലൈസ് ദ ഇൻഫർമേഷൻ gathered to the total population. നമ്മളൊരു ചെറിയ സാമ്പിളിൽ നിന്ന് മാത്രമാണ് സർവേ മെത്തേഡിലൂടെ വിവരങ്ങൾ ശേഖരിക്കുന്നത്. അങ്ങനെ ലഭിക്കുന്ന വിവരങ്ങളെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ടോട്ടൽ പോപ്പുലേഷനിലാക്കി നമ്മൾ ജനറലൈസ് ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ഒരു പോപ്പുലേഷന്റെ ആരോഗ്യസ്ഥിതിയെ പറ്റിയിട്ട് പൊതുവായിട്ടുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നത്. ഓക്കെ, അത്രയുള്ളൂ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം. എന്താണ് ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. ദീസ് ആർ ദ കാൽക്കുലബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പോപ്പുലേഷൻ. നമുക്കൊരു പോപ്പുലേഷന്റെ ആരോഗ്യസ്ഥിതിയെ പറ്റിയിട്ട് അളന്ന് തിട്ടപ്പെടുത്താൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലെ. ഒരു ജനവിഭാഗത്തിന്റെ ആരോഗ്യസ്ഥിതി കൃത്യമായിട്ട് അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന സൂചകങ്ങളാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോ സാധാരണ റിസർച്ചേഴ്സ് എങ്ങനെയാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്? നമ്മൾ പറഞ്ഞു ബൈ ദ യൂസ് ഓഫ് സർവേ മെത്തഡോളജി. സർവേ മെത്തേഡിലൂടെയാണ് റിസർച്ചേഴ്സ് അവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത്. എന്നിട്ട് ആ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പൊതുവായിട്ടുള്ള നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് എന്താ പറയുന്നത്? ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ ഓഫൺ യൂസ്ഡ് ബൈ governments to give health care policy or to make goals for improving the population health. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച് അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ ഓഫൺ യൂസ്ഡ് ബൈ, ആരാണ് ഉപയോഗിക്കുന്നത്? ഗവൺമെന്റ് ഉപയോഗിക്കുന്നതാണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഉപയോഗിക്കുന്നത്? ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ടു ഗൈഡ് ഹെൽത്ത് കെയർ പോളിസി, ഒന്ന് നമ്മളുടെ ആരോഗ്യ പരിചരണ നയങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട്. നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ രാജ്യത്തിന് ശക്തവും അതുപോലെ എന്താണ് സ്വീകാര്യമായതുമായ ഒരു ദേശീയ ആരോഗ്യ നയം ഉണ്ടായിരിക്കണം നമുക്കറിയാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആരോഗ്യ പരിചരണ നയങ്ങളെ മുന്നോട്ട് നയിക്കാനും അതിനെ ഗൈഡ് ചെയ്യാനും, അതുപോലെ തന്നെ ടു മേക്ക് ഗോൾസ് ഫോർ ഇംപ്രൂവിംഗ് പോപ്പുലേഷൻ ഹെൽത്ത്, അതുവഴി നമ്മളുടെ ജനവിഭാഗത്തിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന് ടു ഗൈഡ് ഹെൽത്ത് കെയർ പോളിസി, ആരോഗ്യ പരിചരണങ്ങൾ അല്ലെ, ആരോഗ്യ നയങ്ങള് എന്താ പറയാ മുന്നോട്ട് അല്ലെ, ആരോഗ്യ നയങ്ങളെ ഗൈഡ് ചെയ്യുന്നതിനും, അതുപോലെ ഒരു പോപ്പുലേഷൻ അല്ലെ, ഒരു പോപ്പുലേഷന്റെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ശരിയല്ലേ? നമ്മളിങ്ങനെ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു പെർട്ടിക്കുലർ ജനവിഭാഗത്തിന്റെ ആരോഗ്യസ്ഥിതി നമ്മൾ മനസ്സിലാക്കുകയാണ് അല്ലെ. അതായത് ഡെത്ത് റേറ്റ് നമ്മൾ നോക്കും അല്ലെ, അതുപോലെ എന്താണ് മോർബിഡിറ്റി റേറ്റ് നോക്കും, ചിലപ്പോൾ വൈകല്യങ്ങളുടെ നിരക്ക് നോക്കും അല്ലെ, അതുപോലെ തന്നെ വാക്സിൻ എടുത്തിട്ടുള്ളതിന്റെ നിരക്ക് നോക്കും, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ ജനവിഭാഗം ആരോഗ്യമുള്ള ആൾക്കാരാണോ ആരോഗ്യമില്ലാത്ത ആൾക്കാരാണോ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആരോഗ്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്തിരിക്കണം? അവിടെ നമ്മള് കുറച്ചും കൂടെ ആരോഗ്യ പരിചരണ സേവനങ്ങൾ സജീവമാക്കി മാറ്റണം അല്ലെ. അതേസമയം അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ആണെങ്കിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രം മതി. അതേസമയം ഹെൽത്തി അല്ലാത്ത പോപ്പുലേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരിക്കും? അവിടെ നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ സേവനങ്ങള്, മറ്റ് ഹെൽത്ത് കെയർ പോളിസികള് കുറെ കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? ആക്കി മാറ്റേണ്ടതായിട്ട്, ആക്റ്റീവ് ആക്കി മാറ്റേണ്ടതായിട്ട് വരും. ശരിയല്ലേ? അത്രയും കാര്യങ്ങളാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലേഷന്റെ ഹെൽത്തിനെ, ആരോഗ്യസ്ഥിതിനെ കൃത്യമായിട്ട് അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന കാൽക്കുലബിൾ ആയിട്ടുള്ള നമുക്ക് അളക്കാൻ സാധിക്കുന്ന ചില സവിശേഷതകളാണ്, സൂചകങ്ങളാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിസർച്ചേഴ്സ് അതിന് വേണ്ടിയിട്ട് സർവേ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. സർവേ മെത്തേഡിലൂടെയാണ് റിസർച്ചേഴ്സ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. അങ്ങനെ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പൊതുവായിട്ടുള്ള ഒരു നിഗമനത്തിന് എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആരാണ് ഉപയോഗിക്കുന്നത്? ഗവൺമെന്റ് ആണ് ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ടു ഗൈഡ് ദ ഹെൽത്ത് കെയർ പോളിസി ആൻഡ് ടു മേക്ക് ദ ഗോൾസ് ഫോർ ഇംപ്രൂവിംഗ് പോപ്പുലേഷൻ ഹെൽത്ത്. അതായത് ആരോഗ്യ നയങ്ങളെ ഗൈഡ് ചെയ്യുന്നതിനും നമ്മുടെ ഒരു പോപ്പുലേഷന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്തുപയോഗിക്കുന്നു? ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, നിങ്ങള് ക്ലിയർ വായിച്ചു നോക്കിയല്ലോ. ക്ലിയർ ആയല്ലോ? മനസ്സിലായില്ലേ? സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും? സ്ക്രീൻ കാണുന്നുണ്ട്? വിസിബിൾ ആണോ സ്ക്രീൻ?
നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന്റെ സവിശേഷതകളാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. എ ഹെൽത്ത് ഇൻഡിക്കേറ്റർ which will be used internationally to explain global health must have the following characteristics. നമ്മൾ ഈ പറയുന്ന ഒരു ഗ്ലോബൽ ഹെൽത്ത് ആണ് അല്ലെ, ഒരു പ്രത്യേക ഏരിയ മാത്രമല്ല, നമ്മുടെ എന്താണ് ആഗോള തലത്തിലുള്ള ഒരു ഹെൽത്ത് അല്ലെ. ആ ഒരു ഹെൽത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് അതിനളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന് ഇനി പറയുന്ന സവിശേഷതകൾ ഉണ്ടായിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. What are the characteristics of a health indicator? ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്ററിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? 4 പോയിന്റുകളാണ് കേട്ടോ. 4 പോയിന്റുകൾ. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. It must be explained in such a way that it can be gauged uniformly internationally. ഇതാണ് it must be explained in such a way that it can be gauged uniformly internationally. നമ്മൾ ഈ പറയുന്ന അന്താരാഷ്ട്ര തലത്തില് ഒരേ രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് വിശദമാക്കേണ്ടത് അല്ലെ. ഇത് മസ്റ്റ് ബി, അതായത് ഒരേ രീതിയിൽ അളക്കുന്ന രീതിയിലായിരിക്കണം ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടായിരിക്കേണ്ടത്. നമ്മൾ ഇവിടെ ഏത് ഹെൽത്ത് ഇൻഡിക്കേറ്റർ ഏതാണോ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നത് അത് തന്നെയാണ് മറ്റേത് രാജ്യങ്ങളിലും ഉണ്ടാവാൻ പാടുള്ളൂ. യൂണിഫോമിറ്റി ഉണ്ടാവണം, മനസ്സിലായല്ലോ. അതായത് ഇപ്പൊ ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഹെൽത്ത് ഇൻഡിക്കേറ്റർ ആണ്. അതിപ്പോ നമ്മുടെ ഇന്ത്യയിൽ പോയാലും അമേരിക്കയിൽ പോയാലും ഏത് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയാലും ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മരണനിരക്ക് തന്നെയാണ് അല്ലെ. ഇതാണ് അവിടെ പറയുന്നത്. അല്ലാണ്ട് ഇവിടെ ഡെത്ത് റേറ്റ് എന്ന് പറയും, അവിടെ വേറൊരു പേര്, അങ്ങനെയല്ല. മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ഇസ് ദ ഡെത്ത് റേറ്റ്. അത് ഇന്ത്യയിലാണെങ്കിലും മറ്റു ഏത് രാജ്യങ്ങളിലാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. അതാണ് അവിടെ പറയുന്നത്. നമ്മുടെ ആഗോള തലത്തില് ഒരേ രീതിയിൽ അളക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റർ വിശദമാക്കേണ്ടത്. മനസ്സിലായോ? നമ്മൾ ഇവിടെ എടുക്കുന്ന മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നതും അവിടത്തെ എല്ലാം എന്തായിരിക്കണം, ഒരേ പേരുകളിൽ ഒരേ രീതിയിൽ അളക്കുന്നത്. ഇവിടെ നമ്മൾ എങ്ങനെയാണോ മോർട്ടാലിറ്റി റേറ്റ് മെഷർ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയായിരിക്കണം മറ്റുള്ള രാജ്യങ്ങളിൽ മോർട്ടാലിറ്റി റേറ്റ് എന്ത് ചെയ്യുന്നത്, അളക്കുന്നത്. അല്ലാണ്ട് ഇവിടെ ഒരു രീതിയിൽ അളക്കുന്നു, മറ്റൊരു രാജ്യത്ത് മറ്റൊരു രീതിയിൽ അളക്കുന്നു, അപ്പൊ എന്തുണ്ടാവില്ല, ഒരു യൂണിഫോമിറ്റി ഉണ്ടാവില്ല അല്ലെ. അതാണ് പറയുന്നത്. ആഗോള തലത്തിൽ ഒരേ രീതിയിൽ അളക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ഹെൽത്ത് ഇൻഡിക്കേറ്റർ. ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സൽ ആയിരിക്കണം തന്നെ നമുക്ക് പറയാം, ഒരേപോലെ ആയിരിക്കണം അല്ലെ. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തത്, ഇറ്റ് മസ്റ്റ് ഹാവ് സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി. ഇറ്റ് മസ്റ്റ് ഹാവ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി. അതായത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സാധ്യത ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ സാധ്യത വാലിഡിറ്റി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ യഥാർത്ഥ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമുക്ക് യഥാർത്ഥ വിവരങ്ങളും അതുപോലെ കൃത്യവും അതുപോലെ തന്നെ എന്താണ് യഥാർത്ഥമായിട്ടുള്ള വിവരങ്ങളായിരിക്കണം നമുക്ക് ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിലൂടെ ലഭിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഹെൽത്ത് ഇൻഡിക്കേറ്റർ സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കണം അല്ലെ. അതിന് എന്തുണ്ടായിരിക്കണം, വാലിഡിറ്റി ഉണ്ടായിരിക്കണം അല്ലെ. സ്റ്റാറ്റിസ്റ്റിക് മസ്റ്റ് ഹാവ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി. സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സാധുത ഉണ്ടായിരിക്കണം. യഥാർത്ഥ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വിവരങ്ങളായിരിക്കണം, അത് കൃത്യമായിരിക്കണം. ഓക്കെ, ഇത് ഞാൻ അളക്കുകയാണെങ്കിലും നിങ്ങൾ അളക്കുകയാണെങ്കിലും അത് ഒരേ എന്തായിരിക്കണം, ഒരേ കൃത്യമായിരിക്കണം. ഞാനൊരു ഡെത്ത് റേറ്റ് ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷൻ ആണെന്ന് തിട്ടപ്പെടുത്തി, നിങ്ങളാണ് വന്ന് അളന്ന് തിട്ടപ്പെടുത്തുന്നതെങ്കിലും അത് ഒരുപോലെ തന്നെ വാലിഡിറ്റി ഉണ്ടാവണം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. മസ്റ്റ് ഹാവ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി. ദാറ്റ് മീൻസ് യഥാർത്ഥ വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റർ. പിന്നെന്താ പറയുന്നത്, ദ ഇൻഡിക്കേറ്റർ മസ്റ്റ് ബി ഡാറ്റ which can practically be collected in a reasonable amount of time. The indicator must be data which can practically be collected in a reasonable amount of time. അതായത് നമ്മൾ പറയില്ലേ, ഒരു നിശ്ചിത സമയപരിധിയിൽ അല്ലെ, ഒരു പ്രായോഗികമായിട്ട് നമുക്ക് ശേഖരിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റർ ഉണ്ടായിരിക്കേണ്ടത് അല്ലെ. The indicator must be data which can practically be collected in a റീസണബിൾ എമൗണ്ട് ഓഫ് ടൈം. അതായത് ഒരു റീസണബിൾ എമൗണ്ട് ഓഫ് ടൈം അല്ലെ. അതായത് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ നമുക്ക് പ്രായോഗികമായിട്ട് ശേഖരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇൻഡിക്കേറ്റർ ആയിരിക്കണം. നമുക്ക് ഒട്ടും എന്താണ് വലിയ ഇൻഡിക്കേറ്റർ കൊണ്ട് നമുക്ക് പ്രാക്ടിക്കലി നമുക്കത് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഫെയിലിയർ ആണ്.
നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റണം. അതും എങ്ങനെ റീസണബിൾ എമൗണ്ട് ഓഫ് ടൈം, ഒരുപാട് സമയം കൊടുത്തണ്ട, എല്ലാത്തിനും ഒരു പെർട്ടിക്കുലർ ടൈം ലിമിറ്റ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്കൊരു റീസണബിൾ ടൈമില് ഒരു നിശ്ചിത സമയപരിധിയിൽ എന്നാൽ നമുക്ക് പ്രായോഗികമായിട്ട് എന്ത് ചെയ്യണം, ശേഖരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും. എന്നുവെച്ചാൽ അത്ര കോംപ്ലിക്കേറ്റഡ് ആവാനും പാടില്ല, എന്നാൽ അത്ര സിമ്പിൾ ആവാനും പാടില്ല, എന്നാൽ നമുക്കൊരു നിശ്ചിത സമയപരിധിക്കുള്ളില് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ കഴിയുന്ന നിങ്ങൾക്കറിയാം ചില പോളിസികളൊക്കെ കൊണ്ടുവരും. പേരിലൊക്കെ വലിയ വലിയ പോളിസികളായിരിക്കും, പക്ഷെ നമുക്ക് പ്രാക്ടിക്കലി എന്ത് ചെയ്യാൻ പറ്റില്ല, നടപ്പിലാക്കാൻ ചിലപ്പോൾ പറ്റിയിട്ടില്ല. അതൊരു ഫെയിലിയർ ആണ്. അങ്ങനെ ആവരുത് കേട്ടോ. ഒരു റീസണബിൾ എമൗണ്ട് ഓഫ് ടൈമില് നമുക്ക് പ്രായോഗികമായിട്ട് ശേഖരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കണം. ഞാൻ പറഞ്ഞത് എന്താണ്, the analysis of the data must result in a recommendation on which people can make changes to improve the health. അതുപോലെ നമുക്ക് ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിലൂടെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുണ്ടല്ലോ, ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങള് അല്ലെ, ആ വിവരങ്ങള് അനലൈസ് ചെയ്ത് ആ വിവരങ്ങളെ വിശകലനം ചെയ്ത് ലഭിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ജനവിഭാഗത്തിന്റെ ആ ഒരു ഹെൽത്ത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശുപാർശകൾ നൽകാൻ സഹായിക്കുന്ന തരത്തിലായിരിക്കും. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഒന്നുകൂടി ശ്രദ്ധിക്കാം. നമുക്ക് ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് നടത്തി കിട്ടുന്ന ഡാറ്റ ഉണ്ടല്ലോ, ആ ഡാറ്റയെ നമ്മൾ വിശകലനം ചെയ്യും അല്ലെ, വിശകലനം ചെയ്ത് നമ്മളൊരു റിസൾട്ടിൽ എത്തിച്ചേരും. ആ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങളുടെ, നമ്മളുടെ ആ ഒരു ജനവിഭാഗത്തിന്റെ ഹെൽത്ത്, അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് മെച്ചപ്പെടുത്തുന്നതിന് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ള ശുപാർശകള് നൽകാൻ സഹായിക്കുന്ന തരത്തിലായിരിക്കണം നമുക്ക് വിവരങ്ങൾ ലഭിക്കേണ്ടത്. അതായത് വെറുതെ നമ്മളൊരു സർവേ നടത്തി, ഹെൽത്ത് ഇൻഡിക്കേറ്റർ വെച്ചൊരു സർവേ നടത്തി എന്തൊക്കെയോ കുറെ വിവരങ്ങൾ നമുക്ക് ലഭിച്ചു, അതിനെ വിശകലനം ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു റിസൾട്ട് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. നമുക്കൊരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് കിട്ടണം. അതായത് നമുക്ക് ലഭിക്കുന്ന റിസൾട്ടിലൂടെ ആ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകണം എന്താണ്, ഇന്ന ആളുകളുടെ ഇന്ന ജനവിഭാഗത്തിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന് ഇന്ന മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് വ്യക്തമായിട്ട് എന്താണ് ശുപാർശ ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നമുക്ക് എന്ത് ലഭിക്കേണ്ടത്, വിവരങ്ങള് ലഭിക്കേണ്ടത്. അങ്ങനെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതായത് വെറുതെ കുറെ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് പ്രത്യേകിച്ച് എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരു കൺക്ലൂഷൻ എത്താൻ പാടില്ല. ഇന്നത് ചെയ്യണം എന്ന് വ്യക്തമായിട്ട് നമ്മൾ ശുപാർശ ചെയ്യുന്ന തരത്തില് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്ന രീതിയിലായിരിക്കണം ഹെൽത്ത് ഇൻഡിക്കേറ്റർ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ പറയാം ഹെൽത്ത് ഇൻഡിക്കേറ്ററിന്റെ സവിശേഷതയാണ് അല്ലെ, എന്താണ്, ഇറ്റ് മസ്റ്റ് ബി എക്സ്പ്ലെയിൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഗേജ്ഡ് യൂണിഫോംലി ഇന്റർനാഷണലി. അല്ലെ, ഈ പറയുന്ന ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് അത് ആഗോളതലത്തില് അന്താരാഷ്ട്ര തലത്തില് ഒരേ രീതിയിൽ നടക്കാൻ കഴിയുന്നതായിരിക്കണം. മറ്റൊന്ന്, ഇറ്റ് മസ്റ്റ് ഹാവ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി, അതിനൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ സാധുത ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? യഥാർത്ഥ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരിക്കണം. അതുപോലെ തന്നെ ഒരിക്കലും ഒരു ജെനുവിൻ ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. വാലിഡിറ്റി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, വാലിഡിറ്റി ഉണ്ടാവാന്ന് പറഞ്ഞാൽ ജെനുവിൻ ആയിരിക്കണം അല്ലെ, അല്ലാണ്ട് വെറുതെ നമ്മളുടെ ഊഹാഭോഗങ്ങളൊന്നും അല്ല അവിടെ നമുക്ക് കിട്ടേണ്ടത്. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എപ്പോഴും ഓർക്കാം, നമുക്കൊരു നിശ്ചിത സമയം, ഒരു മാന്യമായ അല്ലെ, ഒരു റീസണബിൾ ടൈമില് നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ഇൻഡിക്കേറ്ററുകൾ ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ നമുക്ക് ലഭിക്കുന്ന ഡാറ്റ അനലൈസ് ചെയ്ത് ലഭിക്കുന്ന റിസൾട്ടിലൂടെ നമുക്ക് നമ്മുടെ ആ ഒരു ജനവിഭാഗങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്ന് ശുപാർശകൾ നൽകുന്ന തരത്തിലായിരിക്കണം നമുക്ക് ആ ഡാറ്റ അനലൈസ് ചെയ്ത് ലഭിക്കുന്ന വിവരങ്ങൾ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ ക്യാരക്ടറിസ്റ്റിക്സ്? ഓക്കെ, ഇനി അടുത്തത് മനസ്സിലായോ? അത് നിങ്ങൾക്ക് ഒന്ന് വായിച്ചു നോക്കി, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ആയിക്കോട്ടെ.
മനസ്സിലായി വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ടു മെഷർ ഹെൽത്ത് സ്റ്റാറ്റസ്. അപ്പൊ നമ്മൾ ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്താണെന്നൊക്കെ മനസ്സിലാക്കിയല്ലോ. ഇനി ഏതൊക്കെയാണ് ഇൻഡിക്കേറ്റർ എന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം കേട്ടോ. ദ ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ടു മെഷർ ദ ഹെൽത്ത് സ്റ്റാറ്റസ്. നമ്മൾ ഈ ഒരു ഹെൽത്ത് സ്റ്റാറ്റസ് അളക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? എന്തൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണെന്ന് ഡിസീസ് സ്പെസിഫിക് മോർട്ടാലിറ്റി. എന്താണ് ഡിസീസ് സ്പെസിഫിക് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യേക രോഗങ്ങൾ മൂലമുണ്ടാകുന്ന മരണങ്ങൾ. പ്രത്യേക രോഗങ്ങൾ മൂലമുണ്ടാകുന്ന മരണങ്ങൾ. ഇപ്പോ കോവിഡ് കോവിഡ് മൂലം അല്ലെങ്കിൽ നിപ്പ മൂലം ചില H1N1 അങ്ങനെയൊക്കെ ചില ഷിഗല്ല അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് ചില പ്രത്യേക രോഗങ്ങൾ മൂലമുണ്ടാകുന്ന മരണങ്ങൾ. അതുപോലെ തന്നെ മോർബിഡിറ്റി, രോഗാവസ്ഥകൾ കേട്ടോ. മോർബിഡിറ്റി എന്താ? രോഗാവസ്ഥകള്. രോഗാവസ്ഥ എന്ന് പറയുമ്പോൾ എന്തോ ആവാം. ഷുഗർ, കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ, BP അല്ലെ, ബ്ലഡ് പ്രഷർ അങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും ആവാം. ക്യാൻസർ അല്ലെ, അങ്ങനെ മോർബിഡിറ്റി. പിന്നെ എന്താണ്? ഡിസേബിലിറ്റി, വൈകല്യങ്ങൾ അല്ലെ. ഓക്കെ, ഇതൊക്കെ ഓരോ ഇൻഡിക്കേറ്ററുകളാണ് കേട്ടോ. നമ്മൾ ഇതിങ്ങനെ ഡിസേബിലിറ്റി റേറ്റ്, മോർട്ടാലിറ്റി റേറ്റ്, മോർബിഡിറ്റി റേറ്റ് നമുക്ക് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ഇൻഡിക്കേറ്ററുകളാണ്. അതുപോലെ തന്നെ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത്, അതായത് ആരോഗ്യത്തിന് നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ അല്ലെ. ആരോഗ്യത്തിന് നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാല് അതിനകത്ത് ബയോളജിക്കൽ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, ഹെൽത്ത് ബിഹേവിയേഴ്സ് ഉണ്ട് അല്ലെ. ബയോളജിക്കൽ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ജൈവികമായിട്ടുള്ള എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപകട സാധ്യതകള്. അതുപോലെ ഹെൽത്ത്, ഓരോരുത്തരുടെ വ്യക്തിഗത ആരോഗ്യശീലങ്ങള്. നമ്മുടെ ഒരു ഹെൽത്തിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ അതൊക്കെയാണ് അല്ലെ. നമ്മുടെ ബയോളജിക്കൽ റിസ്ക് ഫാക്ടേഴ്സ്, ശാരീരികമായിട്ടുണ്ടാവുന്ന അപകട സാധ്യതകൾ. ഇപ്പൊ ചില ആളുകൾക്ക് ജനറ്റിക് ആയിട്ട് ഇഷ്യൂസ് വരാം, ഹെറിഡിറ്ററി ആയിട്ട് ഇഷ്യൂസ് വരാം, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരാം. അതൊക്കെ ഒരു ബയോളജിക്കൽ റിസ്ക് ഫാക്ടേഴ്സ് ആണ് അല്ലെ. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഹെൽത്ത് ബിഹേവിയർ, ആരോഗ്യശീലങ്ങള്. നമ്മൾ നല്ലൊരു ആരോഗ്യശീലങ്ങൾ ഉള്ളവരാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഹെൽത്തി ആയിട്ട് ഇരിക്കാം. നമ്മളൊരു മോശം ആരോഗ്യശീലമുള്ളവരാണെങ്കിൽ അതുപോലെ നമ്മൾ ഒട്ടും ഹെൽത്തി ആവില്ല അല്ലെ. അത് നിങ്ങൾക്ക് അറിയാലോ. അതുപോലെ പറയുന്ന മറ്റേ ഹെൽത്ത് സിസ്റ്റംസ്, ആരോഗ്യ സംവിധാനങ്ങള്. അതിനകത്ത് വരുന്നത് എന്തൊക്കെയാണ്? സർജിക്കൽ പ്രൊസീജിയേഴ്സ്, ശസ്ത്രക്രിയാ നടപടിക്രമങ്ങൾ, അതുപോലെ മെഡിക്കേഷൻ യൂസ്, മരുന്നുകളുടെ ഉപയോഗം, അതുപോലെ യൂസ് ഓഫ് ഹെൽത്ത് സർവീസസ് കേട്ടോ, ആരോഗ്യ സേവനങ്ങളുടെ ഉപയോഗം. ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽത്ത് സ്റ്റാറ്റസ് മെഷർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? ഡിസീസ് സ്പെസിഫിക് മോർട്ടാലിറ്റി, അതുപോലെ തന്നെ മോർബിഡിറ്റി, ഡിസേബിലിറ്റി അല്ലെ, നമ്മുടെ പ്രത്യേക രോഗങ്ങൾ മൂലമുണ്ടാകുന്ന മരണനിരക്ക്, രോഗാവസ്ഥകള്, വൈകല്യങ്ങള്. അതുപോലെ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ബയോളജിക്കൽ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, ഹെൽത്ത് ബിഹേവിയേഴ്സ് ഉണ്ട്. അതുപോലെ ആരോഗ്യ സംവിധാനം, സർജിക്കൽ പ്രൊസീജിയേഴ്സ്, മരുന്നുകളുടെ ഉപയോഗം, അതുപോലെ എന്താണ് ആരോഗ്യ സേവനങ്ങളുടെ ഉപയോഗം. ഇതൊക്കെയാണ് പല രീതിയിലുള്ള ഇൻഡിക്കേറ്ററുകളാണ് കേട്ടോ നമ്മളിപ്പോ പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഡെത്ത് റേറ്റ് ആണ്. ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മരണനിരക്കാണ് അല്ലെ. എന്താണ്? മരണനിരക്ക്. ഇവിടെ കുറച്ച് ഫോർമുലകളൊക്കെ വരുന്നുണ്ട് കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം തന്നെ എന്താണ് ഡെത്ത് റേറ്റ്? മീനിങ് നോക്കാം. മോർട്ടാലിറ്റി റേറ്റ് ഓർ ഡെത്ത് റേറ്റ്. അപ്പൊ ആദ്യത്തെ പോയിന്റ് അതാണ്. ഡെത്ത് റേറ്റിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? മോർട്ടാലിറ്റി റേറ്റ്. എന്താണ്? മോർട്ടാലിറ്റി റേറ്റ് അഥവാ ഡെത്ത് റേറ്റ്. അങ്ങനെ തന്നെ പഠിക്കാം കേട്ടോ. അപ്പൊ മോർട്ടാലിറ്റി റേറ്റ് ഓർ ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സ്കെയിൽ ഓഫ് ദ നമ്പർ ഓഫ് ഡെത്ത്സ് ബ്രാക്കറ്റിൽ ഇൻ ജനറൽ ഓർ ഓയിങ് ടു എ സ്പെസിഫിക് കോസ് ഇൻ എ പെർട്ടിക്കുലർ പോപ്പുലേഷൻ മെഷേർഡ് ടു ദ size of that population per unit of time. Underline cheyata. Mortality rate or death rate is a scale of the number of deaths in a particular population measured to the size of that population per unit of time. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത സമയപരിധിയില് per unit of time, ഒരു നിശ്ചിത സമയപരിധിയില് ഒരു നിശ്ചിത പോപ്പുലേഷനില്
ഒരു നിശ്ചിത പോപ്പുലേഷനിൽ ഉണ്ടാകുന്ന മരണങ്ങളുടെ ആകെ നിരക്കാണ്, ആകെ മരണങ്ങളുടെ എണ്ണമാണ് മോർട്ടാലിറ്റി റേറ്റ് അഥവാ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. അതും എങ്ങനെയുള്ള ഡെത്ത് ആണ്? അത് പ്രത്യേകമായി ഇൻ ജനറൽ ഓർ ഓയിങ് ടു സ്പെസിഫിക് എല്ലാ ഡെത്തും അതിനകത്ത് പെടുന്നത്. പൊതുവായിട്ടുണ്ടാവുന്ന മരണങ്ങള്, പൊതുവായിട്ടുണ്ടാകുന്ന മരണം എന്ന് വെച്ചാൽ വയസ്സെത്തിയ ആളുകൾ മരിക്കാറുണ്ട് അല്ലെ, അങ്ങനെയുള്ള മരണങ്ങളും പിന്നെ ചില പ്രത്യേക കാരണങ്ങൾ മൂലം ഉണ്ടാവാം. പ്രത്യേക കാരണങ്ങൾ അസുഖം മൂലമാവാം, ആക്സിഡന്റിൽ മരണപ്പെടുന്നതിലുണ്ടാവാം അല്ലെ, എങ്ങനെയാവാം. അപ്പൊ എല്ലാ മരണങ്ങളും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതും എങ്ങനെയാണ്? ഒരു പെർ യൂണിറ്റ് ഓഫ് ടൈം, ഒരു നിശ്ചിത സമയപരിധിയില് ഒരു നിശ്ചിത പോപ്പുലേഷനില് ഉണ്ടാകുന്ന ആകെ മരണങ്ങളുടെ എണ്ണമാണ് മോർട്ടാലിറ്റി റേറ്റ് അഥവാ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാം. അതിലെല്ലാം പെടും കേട്ടോ. ജനറൽ ആയിട്ടുള്ള ഡെത്തും പെടും, സ്പെസിഫിക് പ്രത്യേക കാരണങ്ങൾ മൂലമുള്ള ഡെത്തും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നോക്കാം. The term mortality indicates the total deaths that happen especially on a large scale such as in a population or a geographical area. നമ്മൾ സാധാരണ മോർട്ടാലിറ്റി എന്ന് പറയുന്ന ടേം ഉണ്ടല്ലോ, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു പോപ്പുലേഷനിൽ, ഒരു നിശ്ചിത ജനവിഭാഗത്തില് അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശത്തില് വലിയൊരളവില് അല്ലെ, എസ്പെഷ്യലി ലാർജ് സ്കെയിലാണെന്ന് പറയുന്നത്. ലാർജ് സ്കെയിൽ വലിയൊരളവ് എന്ന് പറയുമ്പോൾ നമ്മളൊരു നിശ്ചിത പോപ്പുലേഷനിലായിരിക്കാം, ചിലപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റ് ആയിരിക്കാം നമ്മൾ എടുക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ജോഗ്രഫിക്കൽ ഏരിയ ആയിരിക്കാം അല്ലെ. അവിടെ സംഭവിക്കുന്ന ആകെ മരണങ്ങളുടെ എണ്ണത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ മോർട്ടാലിറ്റി ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമുക്ക് 2 വർഷം മുമ്പ് നമ്മുടെ വയനാട് ചൂരൽമലയില് അല്ലെ, ആ ഒരു ചൂരൽമല എന്ന് പറയുന്ന ആ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ ആണ് അല്ലെ, അവിടെ ഉരുൾപൊട്ടലിൽ ഒത്തിരി ആളുകൾ മരണപ്പെടുന്നുണ്ട്. അങ്ങനെ ഒന്ന് ആലോചിക്കുക കേട്ടോ. അതായത് ഒരു പ്രത്യേക പോപ്പുലേഷൻ, ചിലപ്പോ അതൊരു ഡിസ്ട്രിക്റ്റ് ആവാം, ചിലപ്പോൾ ഒരു എന്താ പറയുക ഒരു പഞ്ചായത്തിൽ വരുന്ന ഒരു വാർഡിലെ ആളുകളായിരിക്കാം, അതും അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശം. ഞാൻ പറയുന്നത് ചൂരൽമല എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം അല്ലെ. അപ്പൊ അങ്ങനെ ഒരു വിഭാഗത്തിൽ ഉണ്ടാകുന്ന എന്താണ് സംഭവിച്ചിട്ടുള്ള ആകെ മരണങ്ങളുടെ എണ്ണം, അത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ മോർട്ടാലിറ്റി എന്ന ഒരു ടേം നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് നോർമലി റെപ്രസെന്റഡ് ഇൻ ദ ഫോം ഓഫ് മോർട്ടാലിറ്റി റേറ്റ്. അപ്പൊ നമ്മൾ സാധാരണ അത് മോർട്ടാലിറ്റി റേറ്റിലാണ് നമ്മളത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് നോർമലി റെപ്രസെന്റഡ് ഇൻ ദ ഫോം ഓഫ് എ മോർട്ടാലിറ്റി. നമ്മൾ മോർട്ടാലിറ്റി റേറ്റ് എന്നുള്ള പേരിലാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് നോക്കുക. ആസ് പെർ ദ മോർട്ടാലിറ്റി റേറ്റ് ഡെഫിനിഷൻ അല്ലെ, ഇത് നമ്മുടെ ഡെഫിനേഷൻ ആണ്. മോർട്ടാലിറ്റി റേറ്റ് ഡെഫിനേഷൻ അനുസരിച്ച് an index of the number of deaths each year or a specified time interval in a specified population is called mortality rate. പല രീതിയിൽ പറയുന്നത് മാത്രം കേട്ടോ. നേരത്തെ നമ്മൾ മോർട്ടാലിറ്റി റേറ്റ് ഒരു ഡെഫിനേഷൻ പറഞ്ഞു, വീണ്ടും അവിടെ പറയുന്നുണ്ട് മോർട്ടാലിറ്റി റേറ്റിന്റെ ഡെഫിനേഷൻ അനുസരിച്ച് എന്താണ്? ഇറ്റ് ഈസ് ദ ഇൻഡെക്സ് ഓഫ് ദ നമ്പർ ഓഫ് ഡെത്ത്സ് ഈച്ച് ഇയർ. ഒന്നുകിൽ ഒരു വർഷത്തിലാവാം, നമ്മളൊരു പെർട്ടിക്കുലർ ടൈം പീരീഡ് പറഞ്ഞു, അത് ചിലപ്പോ ഒരു വർഷമാവാം, ചിലപ്പോ ഒരു മാസമാവാം, അല്ലെങ്കിൽ ഒരു ആഴ്ചയാവാം. പൊതുവെ വർഷമാണ് പറയാ അല്ലെ. ഒരു വർഷത്തിനുള്ളില് അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയപരിധിയില് ഒരു പ്രത്യേക ജനവിഭാഗത്തിൽ ഉണ്ടായിട്ടുള്ള ആകെ മരണങ്ങളുടെ എണ്ണം അത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് നോർമലി എക്സ്പ്രസ്ഡ് ഇൻ പോപ്പുലേഷൻ യൂണിറ്റ്. അത് നമ്മളൊരു പോപ്പുലേഷൻ യൂണിറ്റിലാണ്, അതായത് നിശ്ചിത പോപ്പുലേഷനിലാണ്, പോപ്പുലേഷൻ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ. പോപ്പുലേഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നോക്കി, ലൈക്ക് ദ ഡെത്ത് പെർ 1000 പീപ്പിൾ ഫോർ എ റെക്കോർഡ് പീരീഡ് ഓഫ് സ്പെസിഫൈഡ് ടൈം. നമ്മൾ എന്താണ് 1000 ആളുകൾ അല്ലെ, ഒരു ഡെത്ത് പെർ 1000 പീപ്പിൾ, 1000 ആളുകളിൽ എത്ര മരണം. 1000 എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് ഒരു പോപ്പുലേഷൻ. ഇവിടെ നമ്മൾ പൊതുവെ എല്ലാ എന്താണ് ഫോർമുലയിലും 1000 യൂണിറ്റ് ആണ് എടുക്കുന്നത്. 1000 തന്നെ ആണെന്നില്ല, 1000 യൂണിറ്റ് ആവാം, 10,000 ആവാം, 1,00,000 ആവാം, ഒരു യൂണിറ്റുകളായിട്ടാണ് നമ്മൾ പറയാം. ഇവിടെ നമ്മുടെ 1000 യൂണിറ്റ് ഒരു പോപ്പുലേഷൻ യൂണിറ്റുകളായിട്ടാണ് നമ്മൾ പറയാം. അപ്പൊ ഒരു 1000 യൂണിറ്റ്, ഒരു 1000 യൂണിറ്റ് ആളുകളിൽ എത്ര ആളുകൾ മരണപ്പെട്ടു അല്ലെ, അങ്ങനെയാണ് എടുക്കുന്നത്. ഓക്കെ, അതാണ് ഇത് മോർട്ടാലിറ്റി റേറ്റ് അഥവാ മറ്റൊരു പേരും കൂടെ നമ്മൾ പറയുന്നതാണ് ഡെത്ത് റേറ്റ്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഫോർമുല ഒന്ന് പഠിക്കാം. ഡെത്ത് റേറ്റ് ആൻഡ് ഇറ്റ്സ് മെഷേഴ്സ് കേട്ടോ. കാൽക്കുലേറ്റിംഗ് എ മോർട്ടാലിറ്റി റേറ്റ്. ഇനി എങ്ങനെയാണ് ഒരു മോർട്ടാലിറ്റി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ദ മോർട്ടാലിറ്റി റേറ്റ് ഫോർമുല യൂസ്ഡ് ഫോർ ദി കാൽക്കുലേഷൻസ് അക്കോർഡിംഗ് ടു ദി അവൈലബിൾ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഫോർമുല നോട്ട് ചെയ്ത് വെക്കാം. മോർട്ടാലിറ്റി റേറ്റ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡെത്ത്സ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ into 1000 divided by 365.
അതായത് നമ്പർ ഓഫ് ഡെത്ത്സ് അല്ലെ, ആകെ നടന്നിട്ടുള്ള മരണങ്ങളുടെ എണ്ണം, അതിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? ടോട്ടൽ പോപ്പുലേഷൻ അല്ലെ, ആകെ ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഇൻറ്റു 1000. എന്തുകൊണ്ട് 1000? നമ്മൾ 1000 പോപ്പുലേഷനിലാണ് കണക്കാക്കുന്നത് അല്ലെ, 1000 പോപ്പുലേഷൻ യൂണിറ്റ് ആണ് കേട്ടോ. ഡിവൈഡഡ് ബൈ 365. 365 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 365 ദിവസം ഒരു വർഷമാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഒരു വർഷത്തില് അല്ലെ, ഒരു വർഷത്തിനുള്ളില് 365 നമ്മൾ പെർ ഡേ വെച്ചിട്ടാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഇയർ വെച്ചിട്ടാണ് നമ്മള് 365 ദിവസം ഒരു വർഷമാണ്. നമ്മൾ ഒരു വർഷമാണ് നമ്മൾ എടുക്കുന്ന സമയത്തെത്തി. ആ ഒരു വർഷത്തില് 1000 യൂണിറ്റ് പോപ്പുലേഷൻ ഉള്ള മരണങ്ങളുടെ എണ്ണമാണ് ഈ കണക്കാക്കി വെച്ചേക്കുന്നത്. അപ്പൊ ഇത് തന്നെയാണ് എന്റെ സ്റ്റാൻഡേർഡ് ഫോർമുല. മോർട്ടാലിറ്റി റേറ്റ് എന്താ വരിക? നമ്പർ ഓഫ് ഡെത്ത്, ആകെ മരണങ്ങളുടെ എണ്ണത്തിനെ ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ടോട്ടൽ പോപ്പുലേഷൻ എത്ര പോപ്പുലേഷൻ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്? 1000 യൂണിറ്റിലാണ് പറയുന്നത്. ഡിവൈഡഡ് ബൈ 365. 365 എന്ന് പറയുമ്പോൾ ആ ഒരു ടൈം പീരീഡ് ആണ്, ഒരു വർഷം എന്നുള്ളതാണ്. ഓക്കെ, മറന്നു പോകരുത് കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. ക്ലിയർ? ഇനി ഇത് തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പറയാം അല്ലെ. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ജിയോഗ്രഫിക്കൽ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലാണ് എടുക്കുന്നത്. ആ ഒരു ഹോസ്പിറ്റൽ ഏരിയയിൽ എത്ര പേര് മരണപ്പെട്ടു, അത്രയേ ഉള്ളൂ. വേറെ ഫോർമുലകളിലോ കാര്യങ്ങളിലോ ഒന്നും വലിയ വ്യത്യാസങ്ങൾ വരുന്നില്ല. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാം. രണ്ടെണ്ണം അതിനകത്ത് പറയുന്നുണ്ട്. ഗ്രോസ് മോർട്ടാലിറ്റി, മൊത്തത്തിലുള്ള മരണനിരക്ക് പറയുന്നുണ്ട്. നെറ്റ് മോർട്ടാലിറ്റി റേറ്റിന്റെ ഫോർമുല പഠിക്കാനുണ്ട്. ആദ്യത്തെ നമുക്ക് നോക്കാം. ഇൻ ഹോസ്പിറ്റൽ ആണ് കേട്ടോ, ഹോസ്പിറ്റൽ ഏരിയയിലാണ് നമ്മൾ പ്രത്യേകം നോക്കുന്നത്. ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് ഇസ് ഈക്വൽ ടു, ഈ ഫോർമുലയൊക്കെ ഒരു ബോക്സിലാക്കി വെക്കുക കേട്ടോ, അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇതൊക്കെ ഡയറക്റ്റ് ചോദിക്കാം. ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് ഇസ് ഈക്വൽ ടു എന്താണ് നോക്കിയേ? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഹാപ്പൻ ഇൻ ദ ഹോസ്പിറ്റൽ ഇൻ എ പീരിയഡ്. കണ്ടോ? The total number of death happened in the hospital in a period. ഒരു നിശ്ചിത ടൈം പീരീഡിൽ, ഒരു നിശ്ചിത സമയപരിധിയിൽ ഒരു ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ള ആകെ മരണങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ്. അതിൽ ആൻഡ് ചേർക്കണം കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. അതേ കാലയളവില് ആകെ നടന്നിട്ടുള്ള മരണങ്ങളുടെയും ഡിസ്ചാർജുകളുടെയും എണ്ണം ഇൻറ്റു എന്താണ്? 100. ഇൻറ്റു 100 കേട്ടോ, പെർസെന്റേജിലാണ് പറയുന്നത് കേട്ടോ. റേറ്റ് പെർസെന്റേജിലാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതിപ്പോ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഹോസ്പിറ്റലാണ്, ഹോസ്പിറ്റലിൽ ആണ് നമ്മൾ കണക്കാക്കുന്നത് കേട്ടോ. അപ്പൊ ഒരു നിശ്ചിത പീരീഡില്, ഒരു നിശ്ചിത ടൈം പീരീഡില് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുള്ള ആകെ മരണങ്ങളുടെ എണ്ണം എടുക്കുക. അതാണ് ന്യൂമറേറ്റർ. ഡിവൈഡഡ് ബൈ, ഡിവൈഡഡ് എന്താണ്? അതേ കാലയളവില് ആകെ നടന്നിട്ടുള്ള മരണങ്ങളുടെയും ഡിസ്ചാർജുകളുടെയും എണ്ണം. അതെന്താ ഉദ്ദേശിക്കുന്നത്? ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ് എന്ന് പറയുമ്പോൾ നമ്മള് ഡെത്ത് ആയിട്ടുള്ള കേസുകളെ നമ്മൾ ഡിസ്ചാർജഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. മനസ്സിലായോ? ഡെത്ത് കേസുകളുണ്ട്. ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ നമ്മള് മരണം എന്ന് പറയുന്നത് ഒരു ഡിസ്ചാർജ് ആണ് അല്ലെ. മരണപ്പെട്ട കേസുകൾ പിന്നീട് റെക്കോർഡിലൊക്കെ ഡിസ്ചാർജ് നിങ്ങൾ മെഡിക്കൽ റെക്കോർഡിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. മെഡിക്കൽ റെക്കോർഡിൽ പഠിച്ചിട്ടുണ്ട് നമ്മള് മരണപ്പെട്ടവരുടെ റെക്കോർഡ് നമ്മൾ ഡിസ്ചാർജഡ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ ആകെ മരണങ്ങളുടെയും ഡിസ്ചാർജുകളുടെയും, അപ്പൊ ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ്? അതായത് മരണപ്പെട്ടിട്ടുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ് ഡ്യൂറിംഗ് ദാറ്റ്, അതേ കാലയളവില് എന്താണ് നടന്നിട്ടുള്ള ആകെ മരണങ്ങളുടെയും ഡിസ്ചാർജുകളുടെയും എണ്ണം കേട്ടോ, 100. നോട്ട് ചെയ്യേണ്ട കാര്യം ഇവിടെ പറഞ്ഞിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓൾ ദ ഡെത്ത്, എല്ലാ ഡെത്തും എന്ന് പറയുമ്പോൾ ദാറ്റ് ഇൻക്ലൂഡ് ഡെത്ത് ഇൻ എമർജൻസി ആൻഡ് ഐസിയു, എമർജൻസിയിൽ ഐസിയു ഉള്ള എല്ലാ ഡെത്തുകളും അതിനകത്ത് വരുന്നുണ്ട്. ദാറ്റ് മസ്റ്റ് ബി കൗണ്ട്, അത് നിർബന്ധമായിട്ട് കൗണ്ട് ചെയ്യണം എല്ലാ ഡെത്തും കേട്ടോ. അത് ഹോസ്പിറ്റലായി എന്ന് പറയുമ്പോൾ ഇന്ന ഏരിയ എന്നൊന്നും പറയുന്നില്ല. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അത് ഏത് വിഭാഗത്തിലായിക്കോട്ടെ, ഐസിയുവിലായിക്കോട്ടെ, എമർജൻസിയിലൊക്കെ നടക്കുന്ന എല്ലാ ഡെത്തുകളും അതിനകത്ത് നമ്മൾ കൗണ്ട് ചെയ്യണം. ഇൻ ഡിനോമിനേറ്റർ all type of discharges must be taken into account. കണ്ടോ, അത് എടുത്ത് പറയുന്നുണ്ട്. all type of discharge, എല്ലാ ടൈപ്പ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ ചികിത്സിച്ച് ഡിസ്ചാർജ് ചെയ്ത് വിടുന്നത് മാത്രമല്ല, മരണങ്ങൾ ഉൾപ്പെടെയുള്ള ഡിസ്ചാർജുകൾ അതിനകത്ത് വരുന്നുണ്ട്. അതാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. എല്ലാ ടൈപ്പ് ഓഫ് ഡിസ്ചാർജുകളെ നമ്മളവിടെ കണക്കിട്ടുണ്ട്. ഡെത്ത് ആൻഡ് ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ മരണങ്ങളുടെയും ഡിസ്ചാർജുകളുടെയും എണ്ണം എന്ന് പറയുമ്പോൾ ഡിസ്ചാർജ് ചെയ്തു പോയവർക്ക് മാത്രമല്ല, അങ്ങനെയല്ല, ഡിസ്ചാർജ് മരണപ്പെട്ട് ഡിസ്ചാർജ് എന്നുള്ള രീതിയിലായവരും എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് എന്തായാലും നിങ്ങൾ ഫോർമുല മാത്രം പഠിച്ചു വെക്കാം. ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് എന്താണ്. ഇനി എന്താണ് നെറ്റ് മോർട്ടാലിറ്റി റേറ്റ്? നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ദാറ്റ് ഒക്യൂർഡ് ആഫ്റ്റർ 48 hours ഓഫ് അഡ്മിഷൻ ഓഫ് ദ പേഷ്യന്റ്. ഫോർമുല വ്യത്യാസമുണ്ട് കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ദാറ്റ് ഒക്യൂർഡ് ആഫ്റ്റർ
48 hours of admission of the patient. ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്ത് 48 മണിക്കൂറിന് ശേഷം സംഭവിച്ചിട്ടുള്ള മരണങ്ങളുടെ എണ്ണം. 2 ദിവസത്തിന് ശേഷമാണ് പറഞ്ഞത്, അഡ്മിഷൻ എടുത്തതിന് ശേഷം അഡ്മിറ്റ് ചെയ്ത് 48 മണിക്കൂറിന് ശേഷം സംഭവിച്ചിട്ടുള്ള മരണങ്ങളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. അതേ കാലയളവില് ആകെയുള്ള മരണങ്ങളുടെയും ഡിസ്ചാർജുകളുടെയും എണ്ണം ഇൻറ്റു എന്താണ് 100. അതാണ് എന്ത് നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഇനി അതിൽ നോട്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്, നമ്മളിപ്പോ പറഞ്ഞത് അഡ്മിഷൻ എടുത്ത് അഡ്മിറ്റ് ചെയ്ത് 48 മണിക്കൂറിന് ശേഷം സംഭവിച്ചിട്ടുള്ള മരണങ്ങളുടെ എണ്ണത്തല്ലേ. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഡെത്ത് ഓക്കറിംഗ് within 48 hours of discharge must also be reckoned in the numerator. അതുപോലെ നമ്മൾ ഡിസ്ചാർജ് ചെയ്തിട്ടേ വിത്തിൻ ഡിസ്ചാർജ് ചെയ്ത് 48 മണിക്കൂറിനുള്ളിൽ നടന്നിട്ടുള്ള ഡെത്തും നമുക്ക് ഇതുപോലെ തന്നെ കൺസിഡർ ചെയ്യാം കേട്ടോ. ഇവിടെ ഏത് കൊടുക്കാം, ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ അഡ്മിഷൻ എടുത്ത് 48 മണിക്കൂറിന് ശേഷം മരണപ്പെട്ട കേസുകൾ, അതുപോലെ തന്നെ നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് 48 മണിക്കൂറിനുള്ളിൽ മരണപ്പെട്ട കേസുകളും നമുക്ക് എന്ത് ചെയ്യാം, ന്യൂമറേറ്റർ ആയിട്ട് എടുത്ത് അങ്ങനെ നമുക്ക് നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് കണക്കാക്കാവുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? പറഞ്ഞത് ഫോർമുലയാണ്, അങ്ങനെ തന്നെ പഠിച്ചാൽ മതി, വേറെ എന്താ വിശദാംശങ്ങളൊന്നും നിങ്ങൾ അറിയണ്ട, നമ്മൾ ആ ഫോർമുല അങ്ങനെ തന്നെ പഠിക്കാം. ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നതാണ് ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ്. ICU സ്പെസിഫിക് മോർട്ടാലിറ്റി, ICUവിൽ നടന്നിട്ടുള്ള മരണനിരക്കാണ് കേട്ടോ അതിന് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിൽ പറഞ്ഞപ്പോ ഹോസ്പിറ്റലിന് ന്യൂമറേറ്ററിൽ ചേർത്തു, ICU എന്ന് പറയുമ്പോൾ ICU എന്ന ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലും ചേർക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ നോക്കിയേ, ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ICU പേഷ്യൻസ് ഇൻ എ പീരിയഡ് divided by total number of patients discharged from ICU in that period. ഇങ്ങനെ കണക്കാക്കുന്നത് ഒരു നിശ്ചിത സമയത്തില് ICUവിൽ നടന്നിട്ടുള്ള മരണങ്ങളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ അതേ കാലയളവില് ICUവിൽ നിന്ന് മരണപ്പെട്ടതും ഡിസ്ചാർജ് ചെയ്യപ്പെട്ടതുമായിട്ടുള്ള ആകെ പേഷ്യൻസിന്റെ എണ്ണം. നമ്മൾ നേരത്തെ പറഞ്ഞ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ് ഫ്രം ദ ICU in that period എന്നാണ് ആ പറഞ്ഞതിന്റെ മീനിങ് കേട്ടോ, ഇൻറ്റു 100. അപ്പൊ ഇത് വെച്ച് ഇതേ മോഡൽ വെച്ച് നമുക്ക് എന്തും എല്ലാത്തിന്റെയും ഫോർമുല നമുക്ക് പറയാൻ പറ്റും. ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ് പറഞ്ഞ പോലെ ഇവിടെ പറയുന്നുണ്ട് ഓൺ സിമിലർ ലൈൻസ് കണ്ടീഷൻ സ്പെസിഫിക് ഓർ സ്പെഷ്യാലിറ്റി സ്പെസിഫിക് ഡെത്ത് റേറ്റ് ക്യാൻ ആൾസോ ബി കാൽക്കുലേറ്റ് ലൈക്ക് മെറ്റേർണിറ്റി മോർട്ടാലിറ്റി റേറ്റ്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കണക്കാക്കാം കേട്ടോ. മെറ്റേർണിറ്റി മോർട്ടാലിറ്റി റേറ്റ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്കാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? വായിച്ചു നോക്കിയത് ജസ്റ്റ് വായിച്ചു നോക്കിയേ. നെക്സ്റ്റ് വരുന്നതാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കേട്ടോ, ശിശു മരണ നിരക്കാണ്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് അഥവാ ശിശു മരണ നിരക്ക്. അപ്പൊ നോക്കാം, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഇസ് ദ നമ്പർ ഓഫ് റെസിഡന്റ് ന്യൂ ബോൺസ് ഇൻ എ പ്രിസ്ക്രൈബ്ഡ് ജിയോഗ്രഫിക് ഏരിയ, ദാറ്റ് മീൻസ് കൺട്രി, സ്റ്റേറ്റ് എക്സെട്ര, ഡൈനിങ് അണ്ടർ 1 year of age divided by the number of resident live births of the same geographic area.
For a prescribed time, normally a calendar year and multiplied by 1000. നേരത്തെ പറഞ്ഞ അതേ മോഡൽ തന്നെ. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ ഒരു നിശ്ചിത കാലയളവില് ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷന് നമ്മൾ നോക്കുന്നത് 1000 പോപ്പുലേഷൻ യൂണിറ്റ് ആണ്. അപ്പൊ 1000 ജനനങ്ങളിൽ ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് 1000 ജനനങ്ങളില് അങ്ങനെ എടുക്കുക. 1000 ജനനങ്ങളില് ഒരു വയസ്സെത്തുന്നതിന് മുൻപ് മരണപ്പെട്ടിട്ടുള്ള കുഞ്ഞുങ്ങളുടെ എണ്ണം. അതാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി. ഇൻഫന്റ് മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു വർഷം എത്തുന്നതിന് മുമ്പാണ്. ഒരു വയസ്സെത്തുന്നതിന് മുൻപ് മരണപ്പെടുന്ന കുഞ്ഞുങ്ങളില്ലേ അതും. അതായത് ഒരു ഭൂപ്രദേശത്ത് ഒരു നിശ്ചിത കാലയളവില് അത് മിക്കവാറും ഒരു വർഷം ആവാം. സാധാരണ ഒരു കലണ്ടർ ഇയർ ആണ് അവർ പറയുന്നത്. ഒരു വർഷത്തില് 1000 ജനനങ്ങളില് 1000 ജനനങ്ങളിൽ എടുത്തു കഴിഞ്ഞാൽ എത്ര കുഞ്ഞുങ്ങൾ ഒരു വയസ്സെത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോകുന്നുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കേട്ടാ. Infant mortality rate is the number of resident newborns in a prescribed geographic area, country, state, a particular country or a state. A prescribed geographical area എന്താണ് ഉള്ള റെസിഡന്റ് ന്യൂ ബോൺസ് അല്ലെ അതിനകത്ത് അതായത് ജനിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളില് എന്താണ് ഡൈയിങ് അണ്ടർ 1 year of age അല്ലെ അതെ. അതായത് എത്ര കുഞ്ഞുങ്ങള് ഒരു വർഷത്തിനുള്ളിൽ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നോക്കേണ്ടത് കേട്ടോ. ഇതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഇസ് ദ നമ്പർ ഓഫ് റെസിഡന്റ് ന്യൂ ബോൺസ് കേട്ടോ ഇൻ എ പ്രിസ്ക്രൈബ്ഡ് ജോഗ്രഫിക് ഏരിയ. ഓക്കെ, പോയിന്റ് ഇതാണ്. ഡൈയിങ് അണ്ടർ 1 year of age ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് റെസിഡന്റ് ലൈവ് ബർത്ത് ഫോർ ദ സെയിം ജോഗ്രഫിക് ഏരിയ കേട്ടോ. ഒരു നിശ്ചിത സമയത്തില് ഒരു നിശ്ചിത കലണ്ടർ ഇയർ ആണ് ഒരു വർഷത്തിലൊക്കെ 1000 ജനനങ്ങൾ നടത്തുന്നതിൽ എത്ര കുഞ്ഞുങ്ങൾ ഒരു വയസ്സെത്തുന്നതിന് മുമ്പ് മരണപ്പെടുന്നുണ്ട്. അതാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. 1000 എന്ന് പറയുന്നത് 1000 യൂണിറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ എങ്ങനെയാ ഫോർമുല വരിക? നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ് ഡെത്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെസിഡന്റ് ലൈവ് ബർത്ത് ഇൻടു 1000 കേട്ടോ. നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ് ഡെത്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെസിഡന്റ് ലൈവ് ബർത്ത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് എന്റെ ഫോർമുല വരുന്നത് കേട്ടോ. അതായത് 1000 ജനനങ്ങൾ നടക്കുന്നതിൽ എത്ര കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ മരണം എന്ന് പറഞ്ഞാൽ ഒരു വയസ്സെത്തുന്നതിന് മുൻപ് മരണപ്പെടുന്ന കുഞ്ഞുങ്ങൾ കേട്ടോ. ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു എക്സാമ്പിൾ അടക്കം തന്നിട്ടുണ്ട്. ഈ ഫോർമുല അറിയാമെങ്കിൽ നമുക്ക് ഈ എക്സാമ്പിൾ അങ്ങനെയിട്ട് ചെയ്യാം. 1300 ഇൻഫാന്റ് ഡെത്ത് ഇൻ 2008 എന്ന സ്റ്റേറ്റ് റെസിഡൻസ്. ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് റെസിഡൻസ് 2008 കണക്കാണ് കേട്ടോ. 1300 കുഞ്ഞുങ്ങളുടെ മരണം നടന്നിട്ടുണ്ട്. 1,50,000 ലൈവ് ബർത്ത് ഇൻ 2008 സ്റ്റേറ്റ് റെസിഡൻസ്. അതേ കാലയളവില് അതേ സ്റ്റേറ്റില് 2008 അതേ സ്റ്റേറ്റിൽ അതേ കാലയളവിൽ 1,50,000 കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഫോർമുല പ്രകാരം എങ്ങനെയാ വരിക? 1,300 ഡിവൈഡഡ് ബൈ 1,50,000 ഇൻടു 1000 എത്രയാണ്? 8.7 ഇൻഫന്റ് ഡെത്ത് പെർ 1000 ലൈവ് ബർത്ത് ഇൻ 2008 സ്റ്റേറ്റ് റെസിഡൻസ്. കണ്ടല്ലോ. ഇത് ഹോസ്പിറ്റലിൽ പറയുമ്പോൾ എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് ചേർക്കുക? അപ്പൊ നോക്കുക, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഇൻ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫന്റ് ഡെത്ത് അറ്റ് ഹോസ്പിറ്റൽ ഇൻ എ പീരിയഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫന്റ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ് ഇൻടു 100 കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അങ്ങനെ തന്നെ പഠിക്കാം. ക്ലിയർ? ഓക്കെ ആണോ? അപ്പൊ ഇനി നമുക്ക് ക്ലാസ് വൈൻഡ് ചെയ്യാൻ ഇനി നമുക്ക് പ്രിവാലൻസ് ഒക്കെയാണ് പഠിക്കാനുള്ളത്. അത് വേറൊരു ടോപ്പിക് ആട്ടോ. പ്രിവാലൻസ് ഇൻസിഡൻസ് നമുക്ക് പറയുന്നത് വേറെ ടോപ്പിക്കുകളാണ് കേട്ടോ. ഇവിടെ തൊട്ടാണ് ഇനി നെക്സ്റ്റ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ. പ്രിവാലൻസ് ഓഫ് എ ഡിസീസ്. ചിലപ്പോ ഇനിയുള്ള ക്ലാസ്സുകളിൽ ചിലപ്പോ ഞാൻ ഉണ്ടാവില്ല. തൊട്ട് വേറെ മിസ്സിലായിരിക്കും വരുന്നത്. ഞാൻ ഇവിടെ തൊട്ടാണ് കേട്ടോ. പ്രിവാലൻസ് തൊട്ടാണ് എനിക്ക് എടുക്കേണ്ടത്. കൺസേൺ പറഞ്ഞാൽ മതി, ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാലോ. ഓക്കെ അല്ലേ? ശരി, താങ്ക് യു.